സംസ്ഥാനത്തെ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിന്റെ കരട് പട്ടികയിൽ നിന്ന് 53,229 പേർ ഒഴിവാക്കപ്പെടും. മരണപ്പെട്ടവർ, വിദേശ പൌരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെയാണ് ഒഴിവാക്കുന്നത്. നാളെ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കും. 3-ാം തീയതി ഡിസംബർ നമ്മൾ ഡ്രാഫ്റ്റ് റോൾ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു നമ്പേഴ്സാണിത്. 2,54,42,352 ഇത്ര ആൾക്കാരാണ് നമ്മുടെ വോട്ടർ പട്ടികയിലെ പേര് ഉണ്ടായിരുന്നത്. അത് കണ്ടിട്ട് നമ്മുടെ ഹിയറിംഗ് നമ്മൾ നടത്തി. അതിൻ്റെ ഒരു ഔട്ട്കം എന്ന് പറയുന്നതാണ് നമുക്ക് കുറേ ആൾക്കാർ ആ ഇടയ്ക്ക് മരണപ്പെട്ട ആൾക്കാർ, പിന്നെ മലയാളികൾ സിറ്റിസൺഷിപ്പ് ബാക്കി അന്യ രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുത്തിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ പെർമനൻ്റ്ലി ഷിഫ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ അവർ രേഖാമൂലം നമുക്ക് നൽകുകയും അത്ര ആൾക്കാർ കൂടി ഈ ഡ്രാഫ്റ്റ് ലിസ്റ്റിൻ്റെ കണക്കിൽ നമുക്ക് ഒഴിവാക്കേണ്ടി വരണം. അതാണ് ഈ 53,229 എന്ന് പറയുന്നത്. സെയ്ഫ് സൈലബ്ദീൻ വിവരങ്ങൾ നൽകും. സെയ്ഫ്, ഈ 53,229 പേരെന്ന് പറയുന്നത് കരട് പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരല്ലേ? ആകെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുന്നവർ എത്ര ലക്ഷമായിരിക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് നിലവിൽ അവർ പറഞ്ഞ പ്രകാരം കരട് വോട്ടർ പട്ടികയിൽ നിന്ന് 59,229 പേർ മാത്രമേ ഒഴിവാക്കപ്പെടുന്നുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ ഇപ്പോൾ വ്യക്തമാക്കിയത്. അത് മരണപ്പെട്ടവർ, വിദേശത്ത് പൗരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെയാണ് ഇത്രയും പേർ ഒഴിവാകുന്നത്. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില സംശയങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അവർ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുകയാണ്. ഇതോടുകൂടി അതിനകത്തൊരു ക്ലാരിറ്റി വരും എന്ന് പ്രതീക്ഷിക്കാം. ആകെ സംസ്ഥാനത്തുള്ള വോട്ടർമാർ 2,69,53,644 പേരാണ്. ഇതിൽ പുരുഷന്മാർ 1,31,26,028 പേരും സ്ത്രീകൾ 1,38,27,319 പേരുമാണ്. മൂന്നാം ലിംഗത്തിൽപ്പെടുന്ന 277 വോട്ടർമാരാണ് സംസ്ഥാനത്താകെ ഉള്ളത്. പ്രവാസി വോട്ടർമാരുടെ എണ്ണവും കൂടുതലാണ്. 2,23,558 പേർ പ്രവാസി വോട്ടർമാരായിട്ടുണ്ട്. പുതിയ വോട്ടർമാരുടെ എണ്ണത്തിൽ വർധനമുണ്ട്. 4,24,518 പുതിയ വോട്ടർമാരുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ വേണ്ടി ഞായറാഴ്ച അല്ലെങ്കിൽ തിങ്കളാഴ്ച സംസ്ഥാനത്ത് എത്തിച്ചേരും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഞായറാഴ്ച തിങ്കളാഴ്ച എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു യോഗം അതിന്റെ പിറ്റേ ദിവസം ചിലപ്പോൾ ഉണ്ടാകും. ഒരു മാർച്ച് മാസം ആദ്യ ആഴ്ചയോ അല്ലെങ്കിൽ മാർച്ച് മാസം 2-ാം വീക്കോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് നിലവിൽ നിലനിൽക്കുന്നത്. ശരി സൈഫ്, ഒരു കാര്യം, ഈ കരട് പട്ടിക പുറത്തു വന്നപ്പോൾ അതിൽ നിന്ന് ഏതാണ്ട് 24 ലക്ഷത്തോളം ആളുകൾ പുറത്തായിരുന്നല്ലോ. അതിൽ തന്നെ പലരെ ഹിയറിംഗിന് വിളിച്ചു, അല്ലെങ്കിൽ ഫോം 6 ഒക്കെ ഉപയോഗിച്ച് വീണ്ടും വോട്ടർ പട്ടികയിൽ ഇടം നേടാനുള്ള ഒരു സമയമായിരുന്നല്ലോ ഈ കഴിഞ്ഞത്. അപ്പോൾ അതിൽ ഏറെക്കുറെ പേർ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണോ മനസ്സിലാകുന്നത്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്ന പ്രകാരം, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറയുന്ന പ്രകാരമാണെന്നുണ്ടെങ്കിൽ കരട് വോട്ടർ പട്ടികയിൽ നിന്നുള്ള വ്യത്യാസം കണക്കാക്കി അവരുടെ ഹിയറിംഗ് നടത്തി വരുമ്പോൾ ഏതാണ്ട് 59,229 പേർ മാത്രമേ ഒഴിവായിട്ടുള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ കണക്കിൽ നിന്ന് നമുക്ക് ഇപ്പോൾ പറഞ്ഞ കണക്കിൽ നിന്ന് വ്യക്തമാകുന്നത്. കൂടുതൽ ക്ലാരിറ്റി വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചൊരു വ്യക്തത. ഇനിയും അപ്പോൾ ആളുകൾക്ക് പരാതി ഉണ്ടെങ്കിൽ യോഗ്യത നേടാൻ വേണ്ടി അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടാകില്ലേ? ഇനി അതെങ്ങനെയായിരിക്കും? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ പറഞ്ഞ പ്രകാരം ഇനി അവസരം ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവർ നൽകിയ സമയപരിധി ഇന്നലത്തോടു കൂടി അവസാനിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക നാളെ പ്രസിദ്ധീകരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവസരം ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ശരി, എന്തായാലും സംസ്ഥാനത്ത് SIR-ന് ശേഷമുള്ള അന്തിമ പട്ടിക നാളെ പുറത്തുവരും. തീവ്ര പരിഷ്കരണത്തിന്റെ കരട് പട്ടികയിൽ നിന്ന് 53,229 പേർ ഒഴിവാക്കപ്പെടും എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ കേൽക്കർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ട് പറഞ്ഞിരിക്കുന്നത്. അതിൽ മരണപ്പെട്ടവർ, വിദേശ പൌരത്വം സ്വീകരിച്ചവർ ഉൾപ്പെടെയുള്ളവരാണ് ഒഴിവാക്കുന്നത്. അപ്പോൾ നാളെ വോട്ടർ പട്ടിക പുറത്തുവരുമ്പോൾ അറിയാം എത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് പട്ടികയിൽ നിന്ന് പുറത്താകുന്നത്.